ഇത് പിടിക്കാൻ പറ്റുമോ? വേണ്ട. ഷേട്ടെ ഒരു കൊള്ളി. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. വായോട്ടാ. നമ്മുടെ കൺമുകുട്ടിക്ക് സ്കൂളിൽ പോകാറായിട്ടുണ്ട്. പക്ഷെ അപ്പോൾ അവൾക്കാണെങ്കിൽ റോഡിൽ വെള്ളം ഇങ്ങനെ നിൽക്കണുണ്ടപ്പോഴേ മഴ പെയ്തിട്ട് നിൽക്കണ വെള്ളമായിട്ടാണ്. നമ്മളവിടെ അറിയാമല്ലോ, ഒരു ചെറിയ മഴ പെയ്യുമ്പോഴേക്കും ഇങ്ങനെ വെള്ളം വരുന്നുള്ളത്. അപ്പോൾ അവൾക്ക് ബോട്ടിട്ട് കളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സ്കൂൾ വിട്ട് വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴും ചിലപ്പോൾ വെള്ളം വറ്റിപ്പോയാലോ, കാരണം കുറച്ച് നേരം മഴ പെയ്യാണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ ആ വെള്ളം വറ്റും ചെയ്യും. അപ്പം ഞാനൊന്ന് കുറച്ച് നേരം അവളുടെ കൂടെ ഒരു എന്താ പറയുക ഷായറ്റിന് വിട്ട് മറ്റേ കളർ പേപ്പറൊക്കെ മേടിച്ച് അതുകൊണ്ടുള്ള ബോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഇടാട്ടാ. അപ്പോൾ അവൾ എൻ്റെ ബോട്ട് റെഡും അവളുടെ ബോട്ട് പച്ചയെന്നും പറഞ്ഞിട്ട് ആദ്യം ഫസ്റ്റ് എത്താമെന്നാണ് ആൾ ചോദിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ബോട്ട് വെള്ളത്തിൽ ഇറക്കിയിട്ടുള്ളത്. ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ പഴയ എനിക്ക് എൻ്റെ ചെറുതിലൊക്കെ ഇതേപോലെ വെള്ളം ഇങ്ങനെ നമ്മൾ താമസിക്കുന്നത് അവിടെ ചെറിയ വെള്ളം കെട്ടിക്കയിലും അതിൽ ഞങ്ങളിങ്ങനെ വെറുതെ ബോട്ടൊക്കെ ഇടാറുണ്ട്. ആ ഒരു ഓർമ്മയൊക്കെയാണ് ഇപ്പോൾ കൺമണിക്കുട്ടിയുടെ കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചിന്തയിൽ വരാട്ടാ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവളുടെ കൂടെ ആ വെള്ളത്തിൽ ഇറങ്ങി കളിക്കാൻ നിന്നു ഞാനും കൂടെ. നമ്മുടെ ബൂട്ടിട്ടിട്ടാട്ടെ ഇപ്പോൾ പണിയണത്. ബൂട്ട് ഇട്ടിട്ട് പണിയണ ആൾക്കാരെ ശരിക്കും സമ്മതിക്കണമെന്ന് നമുക്ക് ബൂട്ടിട്ട് തുടങ്ങിയപ്പോൾ മനസ്സിലായി. കാരണം എന്താ പറയുക, നമ്മളിങ്ങനെ പാദം കാലിങ്ങനെ എടുത്ത് വയ്ക്കില്ലേ, അപ്പോൾ ഈ പാദത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു ഉറച്ചിലും വേദനയും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്നിട്ടാണെങ്കിൽ ഇങ്ങനെ കാടുള്ള ഭാഗങ്ങളിലൊക്കെ പണിയാൻ വരുമ്പോൾ മാത്രമാണ് ബൂട്ട് ഉപയോഗിക്കണുള്ളൂ. അല്ലെങ്കിൽ ആയി കഴിഞ്ഞാൽ എനിക്കവിടെ നല്ല ചുവപ്പ് കളർ തന്നെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് എന്താണെങ്കിൽ നമ്മളൊരു മുരിങ്ങക്കൊമ്പ് ഒടിഞ്ഞു വീണു. അപ്പോൾ 2 ദിവസമായിട്ട് ഈ മുരിങ്ങക്കൊമ്പ് ഒടിഞ്ഞു വീണിട്ട് അപ്പോൾ ഇവിടെ മഴയൊക്കെ പെയ്തിട്ട് ആകെ ചെളിയും വെള്ളമൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്കിത് മുറിച്ച് മാറ്റാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കൊമ്പുകൾ വീഴുമ്പോഴും നമുക്ക് വിഷമങ്ങൾ തന്നെയാണ്. എപ്പോഴും നമ്മുടെ വീഡിയോയിൽ അത് വീണു ഭയങ്കര വിഷമം എങ്ങനെ പറയാൻ പറ്റുക. അപ്പോൾ ഒക്കെ നമ്മൾ ഉൾക്കൊള്ളാണ്. കാരണം നമുക്കറിയാം മഴക്കാലം വന്നു തുടങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ളത്. ഒന്നെങ്കിൽ ഒരു പിടിച്ച് പോവും, ഭാഗ്യത്തിന് ചിലപ്പോൾ ഒരു പിടിക്കാതെ ഉണ്ടായി കിട്ടും. അപ്പോൾ അതേപോലെ ഈ ഭാഗത്ത് മാക്സിമം നമ്മൾ മണ്ണൊക്കെ നന്നായി ഇട്ടിട്ടാണ് മുളക് തൈകളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു പിടിച്ച് പോവില്ല എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മുരിങ്ങക്കൊമ്പിൻ്റെ രൂപത്തിലാണ് ഈ വട്ടം നമ്മുടെ പച്ചമുളക് തൈകളൊക്കെ ഒടിഞ്ഞ് ആകെ കുറേ നാശമായിട്ടാണ്. അതും എന്ത് മുളകാണെന്നറിയോ? ചൂനമുളകില്ലേ, അതാണ്. നമുക്കറിയാം ഒരു ചൂനമുളകൊക്കെ പിടിച്ച് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മറ്റുള്ള മുളകിൻ്റെ പോലെയല്ല. നോക്കിയേ, നിറച്ച് കുഞ്ഞു കുഞ്ഞു മുളകുകൾ കണ്ട, നല്ല കുഞ്ഞു ചൂന, പച്ച ചൂന. അതും ഇവരെ കട എന്ന് പറഞ്ഞാൽ ഇരുന്നണ്ട നല്ല വലുപ്പമുള്ള ഓരോ കടകളായിട്ടായിരുന്നു ഇവർ വളർന്നു വന്നിട്ടുണ്ടായിരുന്നത്. നോക്കിയേ, ഇതേപോലത്തെ ഓരോ കടകളായിട്ട് ഇത് നോക്കിയേ നന്നായി മുളക് ഇങ്ങനെ പിടിച്ച് വരുന്ന സമയമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ മുരിങ്ങക്കൊമ്പ് വീണത്. അപ്പോൾ പിന്നെ സാരില്ല, എന്തായാലും ഇതിൻ്റെ കിടക്കലത്തെ കൊമ്പോളൊക്കെ ഒന്ന് വെട്ടിയെടുത്തിട്ട് ഒടിയാത്തവരൊക്കെ നേരെയാക്കി വെക്കണം. കുറേ ഒടിഞ്ഞത് താഴ്ത്ത് കിടക്കുന്നുണ്ട്, അതിലത്തെ മുളകൊക്കെ പൊട്ടിച്ചൊക്കെ എടുക്കണം. അപ്പം ഇന്ന് എൻ്റെ എന്താ പറയുക വിചാരിക്കാത്തൊരു പണി എന്ന് പറയുന്നത് ഇതാട്ടാ. അപ്പോൾ ഞാൻ വൃത്തിയാക്കി എടുക്കട്ടെ കേട്ടോ ഈ ഭാഗം. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ മത്ത പടരുണ്ട് കേട്ടോ. മത്ത പിന്നെ കുഴപ്പമില്ല, മത്തയ്ക്കൊന്നും വലിയ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. മത്ത പൂവായി എനിക്ക് ഇത്ര വിഷമം തോന്നില്ല. മുളക് പൂമ്പളാന്ന് നോക്കിയാൽ. പിന്നെ ഇതിൻ്റെ ഇടയിലുണ്ടായിരുന്നൊരു മുളക് നമ്മുടെ കിഴക്കമുളകായിരുന്നു. കിഴക്കമുളക് നമുക്കറിയാം പിന്നെ വേഗം ഉണ്ടായി കിട്ടുന്നത്. അത് കുഴപ്പമില്ല, വിഷമമില്ല എനിക്ക് പോയാലും. വിഷമം മുഴുവൻ ഉണ്ടായത് നമ്മുടെ ചൂനിയൻ കംപ്ലൈൻറ്റ് വന്നപ്പോഴാണ്. ശരിക്കേ ഈ ഒരു ഭാഗം എന്ത് ഭംഗിയിലാണ് നിന്നറിയോ? ഓരോ വരി ഇങ്ങനെ മുളകുകൾ വെച്ചിട്ട് നല്ലൊരു കട്ട ഫുള്ള് നമ്മൾ പച്ചമുളക് മാത്രം വെച്ച് കൊടുത്തായിരുന്നു. കാരണം നമ്മുടെ വീട്ടിൽ പച്ചമുളക് എപ്പോഴായാലും നമ്മൾ നശിക്കാത്ത രീതിയിൽ ഓരോ സ്റ്റെപ്പ് കഴിയുന്നതനുസരിച്ച് അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. കൂടുതൽ പറയണില്ല, അത് കൂടുതൽ വിഷമാവും. എനിക്ക് വിഷമാവും. നമുക്കറിയാം ഇങ്ങനത്തേനൊക്കെ സ്നേഹിക്കണം എല്ലാവർക്കും അത് ഭയങ്കര വിഷമാവും എന്നുള്ളത്.
ഇനിയിപ്പോൾ എന്തിട്ടേ പാകം ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടുത്തമില്ല. എന്തായാലും ഞാൻ ഓരോ വടി എടുത്തിട്ട് ഒന്ന് കെട്ടി വെച്ചത് കൊടുത്ത് നോക്കട്ടെ. എന്നിട്ട് പിന്നെ ഷായിട്ട് അവരെ കടക്കിലേക്കൊക്കെ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞാലേ ചിലപ്പോൾ വിചാരിച്ച പോലത്തെ പണ്ടത്തെ ഉഷാറുള്ള ഭംഗിയിലും ഇനി ചിലപ്പോൾ ഈ മുളക് കടയുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നാലും ഉണ്ടായി കിട്ടുമെന്ന് നമുക്ക് നോക്കാമെന്ന് മാത്രം, അത്രേ ഉള്ളൂ കേട്ടോ. മുരിങ്ങക്കൊമ്പന്നെ കുത്തി കൊടുക്കാം അല്ലേ? അവരെ വേര് പിടിച്ച് വരുമ്പോഴേക്കും അവരെ കളയും ചെയ്യാൻ എന്നിട്ട്. കാരണം ഈ ഒരു മുരിങ്ങ ഒരു ഗുണമില്ലാത്തൊരു മുരിങ്ങ, എന്തേലും ഒരു കായെങ്കിലും ഉണ്ടാവണ്ടേ ഈ മുരിങ്ങ. അമ്മ അങ്ങനെ ഒരു ഗുണമില്ലാത്തൊരു മുരിങ്ങനെയാണ് നമ്മൾ ഇതേപോലെ വളർത്തി കൊള്ളുന്നത്. ഇത് എന്നേ വെട്ടി കളയേണ്ടതായിരുന്നു അറിയും. ഞങ്ങൾ ഓരോ ദിവസം പറയും ഇന്ന് വെട്ടാട്ടാ നാളെ വെട്ടാട്ടാ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇത് സംഭവിച്ചപ്പോഴാണ് ഇപ്പോൾ വെട്ടേണ്ട വരില്ല. കാരണം കണ്ട ഒരുവിധം പോന്നു. എന്തായാലും ഇതിൻ്റെ കടയ്ക്ക് കയ്യെത്താവുന്ന ദൂരത്ത് വെച്ചിട്ട് എന്തായാലും വെട്ടിക്കളയും ഷായിട്ട്. അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്ക് ഇലയ്ക്ക് ഉപകാരപ്പെടും, അത്ര തന്നെ പറ്റുള്ളൂ. ഞാനേ നമ്മുടെ മുരിങ്ങക്കൊമ്പനെ കുത്തി കൊടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. പിന്നെ നോക്കിയപ്പോൾ അത് ചിലപ്പോൾ പൊടിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ബുദ്ധിമുട്ടല്ലേ, വെട്ടി കളയേണ്ടി വരില്ലേ. അപ്പം ഞാൻ വിചാരിച്ചു കൊള്ളിത്തറി കുത്തി കൊടുക്കാമെന്ന്. കൊള്ളിത്തറി ആകുമ്പോൾ പിന്നെ നമുക്ക് കുഴപ്പമില്ല. കാരണം എന്താണെങ്കിൽ നമ്മൾ കൊള്ളിത്തറി കുത്തി കൊടുത്ത് പൊടിച്ചാലും നമുക്ക് പറിക്കുമ്പോൾ വല്ല കൊള്ളിയെങ്കിലും കിട്ടും. കാരണം ഇതിന് മുന്നേ നമ്മൾ പയറിനൊക്കെ കുത്തി കൊടുത്തിട്ട് നമുക്ക് തന്നെ കൊള്ളി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് കാട്ടിയതാണ് കേട്ടോ, പയറിനൊക്കെ കുത്തി കൊടുത്തിട്ട് ഇതേപോലെ കൊള്ളി ഉണ്ടായി നിൽക്കുന്നത്. അപ്പോൾ ഇതാദ്യം കുത്തി കൊടുക്കട്ടെ. അധികമൊന്നുമില്ല കുത്തി കൊടുക്കുക. ഞാൻ മുളകിൻ്റെ കടയ്ക്കും പോയി എന്താ പറയുക കുറേക്കും പോയിട്ടില്ല എന്ന് വിചാരിച്ചത്. പക്ഷേ ഈ വരിക്ക് ഫുള്ള് പോയിട്ടുണ്ട്. ഇവിടെ 2 വരിക്കുള്ളൂ കുത്തി കെട്ടി കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഞാൻ പറഞ്ഞ കൊള്ളി പറിക്കാം. പിന്നെ അത് മാത്രമല്ല കുറച്ച് പയറൊക്കെ ഉണ്ടായി നിൽക്കുന്ന ഒരു ഭാഗം കൂടി വൃത്തിയാക്കാണ്ട്. അപ്പോൾ ഷായേട്ടൻ പറമ്പിൽ കളിക്കുന്നുണ്ട്. ഷായേട്ടനോട് പറയാം കൊള്ളി പറിച്ചു തരാനായിട്ടേ. പക്ഷെ പുല്ല് വന്നിട്ട് ചേരത്തില്ലേ ആ ഭാഗത്ത് പുല്ലൊക്കെ ചെത്തിക്കൂട്ടിയിട്ട് കുറച്ച് മണ്ണായിട്ട് ഞങ്ങൾ കൊള്ളി. അപ്പോൾ അതൊരു കൊള്ളി നടാൻ സ്ഥലമായിട്ടാക്കണേ. അപ്പോൾ നോക്കി ഷായതായാലും ഷായുമ്പോൾ ഇതാ ബൂട്ടിട്ട് തന്നെയാണ് ഇപ്പോൾ കളിക്കണേ. എൻ്റെ ബൂട്ട് എങ്ങനെയുണ്ട് കാണാൻ? ഒരു എനിക്ക് നല്ല ഇഷ്ടമുണ്ടായിരുന്നു. എന്നുവെച്ചാലേ ഈ പാമ്പുകളും കൊതുക് കാരണം എന്താ ഫുൾ കൈയായി, പാൻ്റായി, ബൂട്ടുമായി. അപ്പോൾ ഒരു മോഡേൺ ലുക്കിലാണ് ഇനി കള നമ്മുടെ. നമ്മുടെ ചോളത്തിലേക്ക് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറിയ ചായകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഷായിട്ടെ ഒരു കൊള്ളി പറിക്കണം നമുക്ക്. കഴിഞ്ഞ ദിവസം കൂടി നമുക്ക് കമൻറ്റിലുണ്ടായിരുന്നു നമ്മുടെ പയറിന് കുത്തി കൊടുത്ത കൊള്ളി ഒന്ന് പറിച്ച് കാണിക്കാനായിട്ട്. വലിയ ഇതുണ്ട്, നല്ല വലുപ്പമായിട്ട്. അത് ഉണ്ടോന്നുള്ളത് നോക്കാം. അതതിനെ കാരണം എന്താണെങ്കിൽ മഴക്കാലത്ത് നമുക്ക് ഭൂമി വെള്ളം നിൽക്കുമല്ലോ. അപ്പോൾ ചിലപ്പോൾ അങ്ങനത്തെ കൊള്ളിത്തരികളൊക്കെ വെറുതെ ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അല്ല കൊള്ളി ഉണ്ടായിണ്ടാവും, പക്ഷെ ഓറ് പറ്റിയിട്ട് ചീഞ്ഞിട്ടുണ്ടോന്നാണ് അറിയേണ്ടത്. പറിക്കാം നമുക്ക് പോയിട്ട്. ആ കൈക്കോട്ട് വേണ്ട. നമ്മുടെ അല്ലൂടെ കിടക്കുന്നുണ്ട് മണി. നീ നമ്മുടെ അല്ലു നമ്മുടെ കൂടെ നിൽക്കാൾ എപ്പോഴും. ഇന്നിപ്പോൾ മഴയൊന്നും ഇല്ലാത്തതിന് ഒപ്പം ഇറങ്ങി. കൊള്ളി പറിക്കാൻ കൊള്ളി പറിക്കണ്ട.
നമ്മുടെ കൊള്ളിത്തറിയുടെ തടി നോക്കിയേ എന്താ തൂപ്പ് ഭയങ്കര കൂടുതലായിരുന്നു. അത് പിന്നെ തൂപ്പ് നമ്മൾ പിന്നെ ശ്രദ്ധിക്കാണ്ട്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓടിച്ച് കളയാണെങ്കിൽ ചെറുതായിട്ട് കിട്ടുള്ളൂ. പക്ഷെ ഇതിൻ്റെ വണ്ണാണ് തടിയുടെ കടയ്ക്ക് അതേപോലെ ആയിട്ടാ നല്ല വണ്ണ. പക്ഷെ അതിന് ശേഷായിട്ടാ ശരിക്കും കൊള്ളിത്തറിയുടെ ആ ഈ തടിക്കനുസരിച്ചുള്ള കൊള്ളി ഉണ്ടാവും അല്ലേ ചേട്ടാ? ഉണ്ട് അതേനാ ഫസ്റ്റ് തൊട്ട തന്നെ കണ്ട കൊള്ളി. അത് മുകളിലേക്കായിട്ട് നിൽക്കണേ, വെറുതെ താത്തി വെച്ചൊക്കെയല്ലേ കണ്ട, നന്നായിട്ടുണ്ടാവുന്നുണ്ട് കണ്ട. അതെ നമ്മുടെ കൈക്കോട്ടിൻ്റെ ആ ഭാഗം കൊണ്ട ഭാഗമൊക്കെയാണ് ആ വെള്ള കളറിൽ നിൽക്കണേ. ഒരു പിടിച്ച് പോയിട്ടുണ്ടെങ്കിലും കിട്ടൂല ചേട്ടാ നമുക്ക്. ഇപ്പോഴേ വെയിലൊന്നും നോക്കില്ല ചേട്ടാ പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ, കാരണം മഴയില്ലാത്ത സമയം കണ്ടങ്ങടെ ഇറങ്ങും. ഇടയ്ക്ക് മഴ പെയ്യും, ഇടയ്ക്ക് വെയിൽ വരും, ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ. പക്ഷെ മണ്ണ് ഇളകി എടുക്കണ കാരണം ശരിക്കും നമ്മുടെ പൊട്ടീൻ്റെ നമ്മുടെ പറമ്പിൽ പണ്ടത്തെ അതേപോലെ വെള്ളം കെട്ടിക്കുകയാണെങ്കിൽ കൊള്ളൊന്നും ഉണ്ടായിരുന്നില്ല, ഒക്കെ ചീഞ്ഞ് പോയിട്ടുണ്ടാവും. അത്രയും കൂടെ ആയിട്ടില്ല, അതാണ് ഇപ്പോൾ കിട്ടിയത് നമുക്ക്. നമ്മൾ മുന്നും കാട്ടിയിട്ട് ഇതേപോലെ പയറിനൊക്കെ ഓരോ തരികളൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ടായിട്ടുള്ളത്. ആ നോക്കിയേ, അയ്യോ വലിയ കൊള്ളിയായിട്ടത്, വലിയ കൊള്ളി പൊട്ടിയിട്ടുള്ളത്. ഓക്കെ തടിനെ വേണ്ട, രണ്ട് കൈയോട് കൂടി ഷേട്ട പിടിച്ചിട്ടാ. ഇങ്ങനെ അയ്യോ വെയിറ്റ് കണ്ട. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ക്യാമറയിൽ നമ്മുടെ നേരിട്ട് കാണാൻ അത്ര തടി തോന്നിക്കില്ലേ. ഞാൻ അടുത്തേക്ക് കൊണ്ട കണ്ട കണ്ട ഈ ഒരു കൊള്ളിത്തറി കണ്ട, അല്ല കൊള്ളിത്തറിയല്ല കൊള്ളിയുടെ തടി. പിന്നെ നോക്കിയത് ഇത് ഈ പൊട്ടിയിരുന്നത്, അങ്ങനെ ഓരോന്നിനും നല്ല തടിയുള്ള കൊള്ളി കേട്ടാ. അതെ ഒരു ഇത് കൂടി കാട്ടിത്തരാം. നമ്മുടെ ഈ കൊള്ളിത്തറി കുത്തിയോടെ തന്നെ നോക്കിയ തടി ഇത് കണ്ട ദ്രവിച്ചു പോയി. ആ തറീനെ ഈ വണ്ണായി ഇത് എന്താ മുതല് കൈ നോക്കാൻ. പക്ഷെ ഒരു കാര്യം ഷൈഡാ, ഈ എനിക്ക് ക്യാമറയിൽ കാണുമ്പോഴുണ്ടല്ലോ നമ്മൾ അതിലേക്ക് നേരിട്ട് കാണുന്ന ആ തടിയില്ലേ തോന്നിക്കണില്ല. പക്ഷെ കൈ പിടിച്ചേക്കും പറയാം ഷേട്ടത് കയ്യിൽ പിടിച്ചേ കണ്ട, ഇങ്ങനെ പിടിക്കും പറയാം. ആ അത്രയും തടിയുള്ള നല്ല വണ്ണുള്ള കൊള്ളികൾ ഇതേപോലെ വെറുതെ കുത്തി കൊടുക്കുക വേണ്ടോ. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഷേട്ടാ കിട്ടുന്നുള്ളത്, ഒക്കെ ഇങ്ങനെ പോയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു ഞാൻ. അതും ഒരു കൊള്ളിയില്ലേ ദേ ഈ ഒരു ഭാഗത്തൊരു കൊള്ളി ദ്രവിച്ച് പോയിട്ടുണ്ട് കണ്ട, ചേഞ്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടാ നമുക്ക് പയറിന് കുത്തി കൊടുക്കണ നമ്മുടെ കൊള്ളിത്തറി കേട്ടാ. നമ്മൾ പറയാറില്ലേ ഇടയ്ക്ക് ഒരു ബോണസ്. ഇങ്ങനെ കിട്ടുമ്പോഴേ ഭയങ്കര സന്തോഷം നമുക്ക്. കാരണം വെറുതെ കുത്തി കൊടുത്തിട്ട് പോരുമ്പോൾ കിട്ടാന്ന് പറയണത്. നല്ല വെയിറ്റ് ആട്ടാ, പിടിച്ചു നോക്കട്ടെ. ഇത് പിടിക്കാൻ പറ്റുമോ? വേണ്ട, ഷായിട്ട് കൊണ്ടുവച്ച് നോക്കി. നടന്നോ. ഇനി നമുക്ക് ഈ ഒരു പയർ തട ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഇതൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമുക്ക് പയർ പൊട്ടിച്ചേന് കണക്കില്ല കേട്ടോ, അത്രയധികം പയറുണ്ടായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും നോക്കുമ്പോൾ നോക്കിയേ പയർ കണ്ടാ. ഈ പയറൊന്നും ഇനി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താണെങ്കിൽ ഇതൊക്കെയും ഒരു പിടിച്ച കാരണം ഈ പയറൊന്നും ഇനി ഒന്നും മൂത്ത് കിട്ടില്ല. ഇവിടെയൊക്കെ ഇതേ കുഞ്ഞുവറ്റകളൊക്കെ ഉണ്ടാവുന്നുണ്ട്, പക്ഷേ ഒന്നും നന്നാവില്ല. അപ്പോൾ അത് കാരണം നമ്മൾ ഈ ഒരു തട ഇങ്ങനെ ഇടണ്ട, കാട് പിടിച്ചോണം. അത് കാരണം ആട്ടാ ഇത് വൃത്തിയാക്കണത്. പിന്നെ നമ്മളിപ്പോൾ തന്നെ പയറിന് കുത്തിയെടുത്തൊരു കൊള്ളിത്തറി പറിച്ചിട്ട് കാട്ടിയാന്നില്ലേ. ഇപ്പം നോക്കിയതിൻ്റെ ഇടയിൽ പയറിന് കുത്തി കൊടുത്തിട്ടുള്ള തറികളിയുമ്പോൾ പൊടിച്ച് നിൽക്കണവരായിട്ട് അതേ ഇതൊക്കെ ഇത് 2 എണ്ണം ഉണ്ട് ഇപ്പോൾ പൊടിച്ചവർ. അപ്പോൾ ഇവരെ ഇവിടെയാണ് നിർത്തും നമ്മൾ. ഇതേപോലെ നമുക്ക് പറിക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം പതുക്കെ ഒന്ന് വൃത്തിയാക്കി തുടങ്ങട്ടെ. അപ്പോൾ ആദ്യം ഒന്ന് ഞാൻ എനിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. കാരണം നമ്മൾ വീഡിയോ പിടിക്കണേക്കാളും മുന്നായിട്ട് ആദ്യം ഒന്ന് എനിക്ക് കൊടുക്കും, എന്നിട്ട് പിന്നെ വീഡിയോ പിടിക്കാൻ വേണ്ടി ഭാഗത്തേക്ക് വരിക.
അപ്പോൾ ഈ ഒരു അരുവത്ത് തന്നെ തുടങ്ങാം നമുക്ക്. അപ്പോൾ ഇന്ന് ബൂട്ടിട്ട ഒരു ദിവസം തന്നെ നല്ല കാര്യമായിട്ടുള്ള കുറച്ച് കാടുപടികൾ നമുക്ക് കിട്ടി. മുരിങ്ങക്കൊമ്പ് വീണിട്ടും ഇപ്പോൾ ഈ പയറിൻ്റെ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കാന്നുള്ളത് ഭയങ്കര ഉഷാറ് ചെരുപ്പ് ഇട്ടാപ്പിളേ. ഈ കവറുണ്ടല്ലോ നമ്മൾ പയറൊക്കെ ഉണ്ടായി നിൽക്കുന്ന സമയത്ത് തത്തകളും അണ്ണാമാരൊക്കെ ഒന്ന് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ളതാണ്. അതായത് കാട്ടത്ത് അങ്ങനെ കിടന്ന് പറക്കുമ്പോൾ കുറച്ചൊക്കെ കുറവുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അല്ലയോ ഈ പണി വിചാരിക്കാത്തൊരു പണിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അവിടുത്തെ പയറിൻ്റെ ഭാഗം വൃത്തിയായപ്പോഴേ ഇത് നമ്മുടെ ചോളം ഉണ്ടായി കഴിഞ്ഞിട്ട് പൊട്ടിച്ച് നമ്മൾ എടുത്തതും നമ്മുടെ അണ്ണാമാർക്ക് തിന്നാൻ കൊടുത്തിട്ടുള്ളതൊക്കെയാണ് ഇപ്പോൾ ഈ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതും കൂടി ഒന്ന് വൃത്തിയാക്കിടാം. ഈ ഒരു ചാല് കണ്ട നമ്മൾ ഇട്ടിട്ടിതാ മൂടി തുടങ്ങി. ഈ ഒരു മഴക്കാലമൊക്കെ കഴിഞ്ഞ് വേനൽക്കാലം ആകുമ്പോഴേക്കും ചാല് മൂടി നല്ല കമ്പോസ്റ്റൊക്കെ കിട്ടും നമുക്ക് ഇതിൽ നിന്ന്. അപ്പം അങ്ങനെ വിചാരിക്കാത്ത ഈ ഒരു ഭാഗം കൂടി ഞാൻ വൃത്തിയാക്കി. നോക്കി നമ്മുടെ തുളസി, ഈ തുളസിയും കടയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഒരു കടയാണ് കേട്ടോ, അതുകൊണ്ട് കുറേ കടകൾ ഒരുമിച്ച് നിൽക്കണതല്ല. കാട്ടുതറേൻ്റെ കട നോക്കിയേ, ഈ ഒരു കടയാണ് ഉണ്ടാ ഇതേപോലെ പന്തലിച്ച് നിൽക്കണേ. അപ്പോൾ നമ്മളേ തുളസി നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ഉണങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ വരില്ലേ, കതിര് വരുന്ന സമയത്ത് തന്നെ നമ്മൾ കതിരിങ്ങനെ നുള്ളി കളഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ തുളസി പെട്ടെന്ന് നശിക്കില്ല, നന്നായിട്ട് ഇങ്ങനെ പൊട്ടിച്ചനച്ച് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പറമ്പിലത്തെ പണികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കൊരു ചിക്കൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കണം നമ്മളിന്ന്. അപ്പോൾ ഇനി ഒന്ന് ഫ്രഷായിട്ട് ഇനി ആ കാര്യത്തിലേക്ക് പോകാം നമുക്ക്. ഇനി നമുക്കുണ്ടല്ലോ ഹായ് പറയാനുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചിമാരോടാണ് ഹായ് പറയാനുള്ളത്. ലതാ മുരളി, ഹായ് ലതേച്ചി. റാംലറ്റ് സൈദു, ഹായ് റാംലേച്ചി. മല്ലിക രാമചന്ദ്രൻ, ഹായ് മല്ലികേച്ചി. ബിന്ദു ചന്ദ്രൻ, ഹായ് ബിന്ദേച്ചി. പിന്നെ നമ്മളോട് ബൂട്ട്സ് ധരിക്കാനായിട്ട് ഫസ്റ്റ് കമൻ്റ് ഇട്ടത് പ്രകാശ് കുമാറാണ്. അപ്പോൾ ഹായ് പ്രകാശ് കുമാർ, താങ്ക് യു എന്നോട് ധരിക്കാൻ പറഞ്ഞതിന്. ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരോടും വളരെ താങ്ക്സ് കേട്ടോ. അപ്പം ഇനി നമ്മുടെ പാചകത്തിലേക്ക് പോവാം. വായോട്ടാ.
ഇനി നമ്മളുണ്ടല്ലോ ചിക്കൻ റോസ്റ്റ് ആട്ട വെക്കുന്നത്. അപ്പൊ ഞാൻ എടുത്തിട്ടുള്ള ചിക്കൻ എന്ന് പറയുന്നത് 3 കിലോ ചിക്കനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിലേക്ക് നമുക്ക് ഇതാ ആദ്യം തന്നെ ഞാൻ ഒഴിക്കുന്നത് നമ്മുടെ വിനാഗിരി. അപ്പൊ ചെറുനാരങ്ങ നീരായാലും കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ ഒഴിക്കുന്നത് 2 ടീസ്പൂൺ വിനാഗിരി ആട്ടാ. അപ്പൊ അത് ആദ്യം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതാ ഒരു 1/2 ടീസ്പൂണിന്റെ അടുത്തേക്ക് മഞ്ഞപ്പൊടി. പിന്നെ ഇതാ കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി. പിന്നെ നമുക്ക് ഉപ്പ്, അതിപ്പോ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഈ ചിക്കൻ ഉണ്ടല്ലോ നന്നായി കഴുകി വെള്ളമൊക്കെ വാറ്റിയെടുത്തിട്ടുള്ള ചിക്കനാണ് കേട്ടാ. അപ്പൊ ഇതാ ആദ്യം നമ്മുടെ പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ചിക്കന്റെ എല്ലാ ഭാഗത്തേക്കും ആവേണ്ട പോലെ നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇങ്ങനെ പൊടികളൊക്കെ ഇട്ട് ചിക്കൻ്റെ എല്ലാവർത്തേക്കും ആയതിനു ശേഷമാണ് നമ്മൾ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോണത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പൊ ഇഞ്ചി ഇതേപോലെ പേസ്റ്റ് എടുക്കുകയാണെങ്കിൽ 3 ടീസ്പൂൺ ഉണ്ടാവും. അതേപോലെ തന്നെ വെളുത്തുള്ളി ഉള്ളത് 3 ടീസ്പൂൺ ഉണ്ടാവും കേട്ടോ, പേസ്റ്റ് രൂപത്തിൽ. നമുക്കിതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതാ വീണ്ടും ചിക്കൻ്റെ എല്ലായിടത്തേക്കും ആവേണ്ട രീതിയിൽ തന്നെ നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഇതാ ഇങ്ങനെ തിരുമ്പി യോജിപ്പിച്ചെടുക്കണം കേട്ടാ. ഇപ്പൊ നോക്കിയേ മസാലയൊക്കെ ഇതാ ചിക്കൻ്റെ എല്ലായിടത്തേക്കും ആയിട്ടുണ്ട് കേട്ടാ. ഇനി നമ്മൾ ഇങ്ങനെ തന്നെ ഒരു 1/2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം കേട്ടാ. അപ്പൊ ഇത് ഞാൻ കൊണ്ടുവയ്ക്കട്ടെ. അരമണിക്കൂർ കഴിഞ്ഞു കേട്ടാ. നമ്മുടെ ചിക്കൻ ഞാനിത് അങ്ങോട്ട് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കണം. അപ്പൊ അതിനു വേണ്ടി നമുക്കിതാ തീ കത്തിച്ച് ഒരു ഉരുളി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ ഉരുളി ഒന്ന് ചൂടാവട്ടെ കേട്ടാ. ഉരുളി ചൂടായി നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടാ. അപ്പൊ ഇതാ മുങ്ങി കിടക്കേണ്ട രീതിയിൽ വെളിച്ചെണ്ണ ഒഴിക്കണം എന്നില്ല. നമുക്ക് വേഗമൊക്കെ സ്പീഡിൽ വറുത്തെടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. അതല്ലെങ്കിൽ നമുക്ക് പല പ്രാവശ്യമായിട്ട് ചിക്കൻ ഉള്ളതിനനുസരിച്ച് കുറേശ്ശെ ഇട്ടിട്ട് അങ്ങനെ തിരിച്ചു മറിച്ചും വറുത്തെടുക്കാം കേട്ടോ. അങ്ങനെയാലും ചെയ്യാം കേട്ടാ. അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടാ. വെളിച്ചെണ്ണ ഇതാ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടാ. ഇനി നമുക്ക് ഒരു കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ചിക്കൻ ഒന്ന് അപ്പം തന്നെ മറിച്ചിട്ടോളാം. അല്ലെങ്കിൽ ഉരുളി പോലെ ഉള്ളതിലേക്ക് ആകുമ്പോഴേ പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ടാ പിന്നെ അടിയിൽ പിടിക്കില്ല കേട്ടാ. ചിക്കൻ ഇട്ട് നന്നായിട്ട് ഒരു 5 മിനിറ്റ് നേരം ഇങ്ങനെ തലേക്ക് വന്നു കഴിഞ്ഞപ്പോ നോക്കി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടാ. എന്നിട്ട് ഇങ്ങനെ തന്നെ ഇനി കൂടുതൽ മൊരിയിച്ചെടുക്കില്ലേ നമ്മള്, അന്ന് അത്യാവശ്യത്തിന് ഒരു ഡ്രൈ ആയിട്ട് കിട്ടണ പോലെ. കാരണം കൂടുതൽ എന്താ പറയാ മൊരിഞ്ഞിട്ടുണ്ടെങ്കിലേ ചിക്കൻ കടിക്കുമ്പോൾ നല്ല ബലമായിരിക്കും. ആ രീതിയിലല്ലാട്ട് നമ്മൾ വറുത്തെടുക്കുന്നത്. അപ്പൊ ഇനി ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിത് വറുത്തെടുക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ എന്താ എടുക്കാറായിട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു കൂടുതൽ ഡ്രൈ ആവില്ല. അപ്പൊ നമുക്കൊരു കളറൊക്കെ കണ്ടറിയാം. കണ്ടാ ഇങ്ങനെ ഒരു കളർ വന്നു കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ എടുക്കാം. നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ടാവും കേട്ടാ. അപ്പൊ എപ്പോഴും ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇടുക. അപ്പൊ നമുക്ക് എണ്ണ വാർന്ന് കിട്ടും.
ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി വറുത്തെടുക്കാം കേട്ടാ. മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു 5 മിനിറ്റ് നേരം നമ്മൾ തീ കൂട്ടി ഇങ്ങനെ ആയതിനു ശേഷം ഒന്ന് മറിച്ചിട്ടിട്ട് പിന്നെ അവിടെ തിരിച്ചു മറിച്ച് നമ്മുടെ ഈ ഒരു കളർ ആവേണ്ട രീതിയിൽ വറുത്തെടുക്കാം കേട്ടാ. നമ്മുടെ ചിക്കൻ മുന്നത്തേതാ ഒരുവിധം ചൂടാറിയിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ആക്കിത്തരാം. നോക്കിയേ, കണ്ട സുഖമായിട്ട് നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഈ ഒരു കളർ ആവുമ്പോ തന്നെ എടുത്തോളോ, കൂടുതൽ ഡ്രൈ ആക്കി എടുക്കരിക്കും കേട്ടാ. വീണ്ടും പറയാണ്, നമ്മുടെ നോക്കിയ രണ്ടാമത് ഇട്ട നമ്മുടെ ചിക്കൻ ആയിട്ടുണ്ട്. ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്തു. എന്നിട്ട് നമുക്കിത് പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം കേട്ടാ. ഇനി നമ്മള് ഈ ചിക്കനിലേക്കുള്ള ബാക്കിയുള്ള മസാലകളൊക്കെ റെഡിയാക്കും ഇപ്പൊ തന്നെ. അപ്പൊ ഞാൻ ഈ ഉരുളിയിൽ വെച്ചിട്ട് തന്നെയാണ് റെഡിയാക്കുക. അപ്പൊ നമുക്ക് ഇത്രയും വെളിച്ചെണ്ണ ആവശ്യമില്ല. അപ്പൊ ഇതിൽ നിന്ന് കുറച്ച് വെളിച്ചെണ്ണ മാറ്റിയിട്ട് ആവശ്യത്തിനുള്ള കുറച്ച് വെളിച്ചെണ്ണ ആക്കി ഞാൻ എടുക്കട്ടെ കേട്ടാ. ഇനി നമുക്കിതാ ഈ ഉരുളിയിൽ തന്നെ നമുക്ക് സബോള റെഡിയാക്കാം എടുക്കാം. അപ്പൊ ഒരു 8 സബോളയാണ് നമ്മൾ കനം കുറച്ച് അരിഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും സബോള വഴറ്റി കിട്ടേണ്ട രീതിയിലുള്ളതാ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഇതിൽ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഞാനിതാ തീ കത്തിക്കുന്നുണ്ട്. അപ്പൊ വെളിച്ചെണ്ണയ്ക്ക് അത്യാവശ്യം ചൂടിലാണ് ഇരിക്കണേ. പക്ഷെ നമുക്ക് ഇതില് സബോള വാട്ടിനേക്കാളും മുന്നേ നമ്മളെ പെരുംജീരകം ഒന്ന് പൊട്ടി കിട്ടണം. അപ്പൊ ഒന്ന് വെളിച്ചെണ്ണ ചൂടാവട്ടെ കേട്ടാ. പിന്നെ നമ്മുടെ ഈ ചിക്കന് ഞാൻ പതുക്കെ ഇങ്ങോട്ട് ഒന്ന് ഇറക്കി വെക്കട്ടെ, അല്ലെങ്കിൽ ചിലപ്പോഴേ എന്റെ കയ്യനെ തട്ടി ചിലപ്പോ അത് പോവും മറിഞ്ഞ്. വെളിച്ചെണ്ണ ചൂടായിട്ട് അപ്പൊ അതിലേക്ക് നോക്കിയ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം. പെരുംജീരകം ഇതാ പൊട്ടി തുടങ്ങി. ഒപ്പം തന്നെ നോക്കിയ കറുകപ്പട്ട 4 എണ്ണം കേട്ടാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കറുകപ്പട്ടി ഒന്ന് ചൂടായോട്ടെ. കറുകപ്പട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മള് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി ഇതാ നീളത്തിൽ അരിഞ്ഞത് കേട്ടാ. ഇഞ്ചി ഒന്ന് ഒരിയട്ടെ. ഇഞ്ചിയൊക്കെ ഇട്ടതാ ഇഞ്ചി ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നോക്കി നമ്മൾ അതിലേക്ക് വെളുത്തുള്ളി ഒരു 12 വെളുത്തുള്ളിയാണ് നമ്മൾ കനം കുറച്ച് അരിഞ്ഞെടുത്ത് നോക്കാണ് കേട്ടാ. ഇനി വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഒന്ന് മൊരിയട്ടെ. നല്ല ഗോൾഡൻ കളർ ആവണം നല്ല കേട്ടാ. എന്നാ നല്ലൊരു വാസനയ്ക്ക് വരില്ല നമുക്ക് ആ ഒരു രീതിയിൽ. വെളുത്തുള്ളി ഒക്കെ ഇട്ട് വെളുത്തുള്ളി ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നോക്കി 3 പച്ചമുളക് ഇട്ട പഴുത്ത പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ നോക്കിയാ എന്താ പറയാ മൊരിയണില്ല, പക്ഷെ നല്ലൊരു മണം. എല്ലാം കൂടി ആകുമ്പോ ഒരു പ്രത്യേക ഒരു മണം വരും കേട്ടാ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ 8 സബോളയാണ് നമ്മൾ കനം കുറച്ച് അരിഞ്ഞെടുത്തോളിന്ന് അതിട്ട് കൊടുക്കും. ഈ സബോളി നല്ലൊരു മധുരരസം ആവണ വരെ നമുക്ക് വഴറ്റിയെടുക്കണം കേട്ടാ. നമ്മുടെ അല്ലുവിന്റെ ഉറക്കം കണ്ട ഒരു ബോധം എന്ന് പറയുന്നതില്ലേ. നമ്മളിവിടെ വെക്കാൻ വന്നപ്പോ അവള് വന്നിരിക്കുന്നത് നമ്മുടെ അടുത്ത്. നമ്മുടെ സബോളയൊക്കെ ഇട്ടിട്ട് നോക്കിയ കണ്ട ഇതേപോലെ നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബോള നല്ലൊരു മധുര രസമായിരിക്കും കേട്ടാ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം.
അപ്പൊ ഞാനിതാ തീ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ മുളക് പൊടി 1, 2, 3 ടീസ്പൂണ് മുളക് പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുന്നേ കാശ്മീരി മുളകാണ് ഇട്ടിട്ടുള്ളത്. അതിന് പ്രത്യേകിച്ച് ഒരു എരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ, ഒരു കളർ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ വറക്കാനായിട്ട് ഉപയോഗിച്ചതില്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇനി മല്ലിപ്പൊടി 1, 2, 3. പിന്നെ മഞ്ഞപ്പൊടി 1/2 ടീസ്പൂണ് മഞ്ഞപ്പൊടി. പിന്നെ നമ്മൾ ഇതിലേക്ക് കുരുമുളക് നമ്മൾ കൂടുതലില്ല കേട്ടാ, ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കണുള്ളൂ. പിന്നെ നമുക്ക് ഇതിലേക്ക് ഗരം മസാല കേട്ടാ പൊടിച്ചത്, അത് 1 ടീസ്പൂണും ഒരു 1/4 കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പൊടികളിലേക്ക് ഒരു പച്ചകുത്ത് പോണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടാ. പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത സമയത്ത് ഞാനൊന്ന് തീ കൂട്ടി വെച്ചിട്ടുണ്ട്. പൊടികളൊക്കെ ഇട്ടിട്ട് നോക്കിയേ, ആ ഒരു പച്ച കുത്തൊക്കെ പോയിട്ടുണ്ട്. നോക്കിയേ, നല്ലൊരു ഡാർക്ക് കളറായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 3 തക്കാളി നല്ല പേസ്റ്റ് പോലെ അടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതാ ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ഇട്ടിട്ട് കൂടുതൽ ടൈം ഇളക്കണ്ട കേട്ടോ, അപ്പൊ തക്കാളിക്ക് ഒരു പുളി രസം വരും. വെറുതെ ഒരു മിനിറ്റ് ഒന്ന് അങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമ്മളിത് അതിലേക്ക് കുറച്ച് വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കണേ. ഇത്രയും വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ട, നമുക്കറിയാം വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇങ്ങനെ ഒന്ന് ഇതിന്റെ ഒരു അളവ് അറിയണില്ലേ, ഏതാണ്ട് നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു അളവിലുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ കേട്ടാ. തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ സബോളയൊക്കെ നല്ല വെന്ത് ഇങ്ങനെ വരും. വെന്തതാണ്, പക്ഷെ ഈ വെള്ളത്തിൽ തിളച്ചിട്ട് വേവണേന് വേറൊരു പ്രത്യേകതയില്ല കേട്ടാ. വേവട്ടെ, നന്നായി തിളക്കട്ടെ. നോക്കിയേ, നന്നായി തിളച്ച് അങ്ങോട്ട് വരുമ്പോ നോക്കിയേ, എണ്ണയ്ക്ക് ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചിക്കൻ എനിക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടാ. തീ കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുത്തോളൂ കേട്ടാ. കാരണം ആദ്യം മസാലയൊക്കെ നമ്മുടെ ചിക്കനിലേക്ക് ആവണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തീ കുറച്ച് വയ്ക്കുന്നത്. ഈ ഒരു സമയത്ത് വേണം നമ്മൾ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട്, ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കണം. നമ്മൾ ചിക്കൻ വറക്കണയിൽ മാത്രമാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്. ഇനി ഈ ഗ്രേവിയും സബോളയൊക്കെ ആയിട്ടൊരു ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതാ തീ ഒന്ന് കൂട്ടി വയ്ക്കാം കേട്ടാ. കൂട്ടി വെച്ചിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചെയ്യാൻ പോണത് എന്താണെങ്കിൽ, ഇത് നമ്മുടെ കശുവണ്ടി കേട്ടാ. അപ്പോൾ 20 കശുവണ്ടി നമ്മൾ അരച്ചതാണ്. അത് നമ്മളിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഒരു തുണ്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഇത് കഴുകിയെടുക്കാം. ഇപ്പൊ ഒക്കെ തീയാട്ടാ, ഇനി കൂട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ തീ. എന്നിട്ട് നമുക്കിതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ തന്നെ ഒന്ന് തിളക്കട്ടെ കേട്ടാ. തീ കൂട്ടിയാണ് വെക്കണേ, മൂടി ഒന്നും വെക്കണില്ല. ഇതേപോലെ ഒന്ന് ഒരു തള വരട്ടെ. ഇപ്പൊ നോക്കിയാൽ നമ്മുടെ ചിക്കൻ ഒന്ന് തള വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തുണ്ടല്ലോ ഒരു നാളികേരത്തിന്റെ പാല് കേട്ടാ. അപ്പൊ അതായത് ഒരു നാളികേരം ചെരിക്കിട്ട് ഞാനൊരു 1/2 ഗ്ലാസ്സിനേക്കുള്ള ഒരു തുണ്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുള്ള നല്ല കട്ടിയുള്ള പാലാണ്. അത് നമ്മളിത് അതിൽ ഒഴിച്ചു കൊടുക്കും. ഇനി നമ്മള് ഈ ചാറൊക്കെ വറ്റിച്ചെടുക്കണം കേട്ടാ. വറ്റിക്കാന്ന് വെച്ചാൽ അങ്ങനെയല്ല, നല്ല കുഴമ്പ രൂപത്തിലാണ്. അപ്പൊ ഈ നാളികേരം പാലിൽ കിടന്നിട്ട് വേണം ഇനി നമ്മുടെ ചിക്കൻ ഒന്ന് ആയി വരാനായിട്ട്. മൂടി ഒന്നും വെക്കില്ല, തുറന്ന് തന്നെയാട്ട വെക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊക്കെ ഒന്ന് തിളച്ച് റെഡി ആവട്ടെ.
സാധാരണ നമ്മൾ നാളേരം പാല് വെച്ച് കഴിഞ്ഞാൽ ഇറക്കല്ലേ ചെയ്യാം. പക്ഷെ ഇത് അങ്ങനെയല്ല, നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഒന്നും കൂടി നല്ല കട്ടിയാക്കി എടുക്കും. നന്നായിട്ട് തിളക്കട്ടെ. അപ്പൊ ഇതാ ചിക്കൻ തുറന്നൊക്കെ വെച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു. അതേപോലെ നോക്കിയാൽ ഈ ഒരു അളവില് ഇത്ര ഉണ്ടാവുള്ളൂട്ടോ നമ്മുടെ ഗ്രേവി. നല്ല ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ കറി കേട്ടാ. ചിക്കൻ കറിയല്ല, ചിക്കൻ റോസ്റ്റ് ആട്ടോ. നമ്മള് ഒരു നല്ല ഡ്രൈ ആവാത്ത രീതിയിൽ എടുക്കണ ഒരു ചിക്കൻ റോസ്റ്റ്. അപ്പൊ ഇതാ നന്നായിട്ടൊക്കെ അത് ഇളക്കി കൊടുത്ത് നമ്മുടെ ചിക്കൻ റെഡിയായി. ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടാ. ഇനി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഷൈറിനെ വിളിച്ചിട്ട് വരട്ടെ കേട്ടാ. കാണാൻ എന്താ രസം. ഓ കറിയില്ല നോക്കിയൊന്ന് കാണുമ്പോഴേ വെള്ളം വന്നു. അടിപൊളി കറിയാ. അത്ര രസാട്ടാ ശരിക്കും കറി. എന്നുണ്ട് ഇതില് ശരിക്കും ചോറിലേക്കും പറ്റൂട്ടോ. ഗ്രേവിക്ക് ഇല്ലേ ചോറ് കഴിക്കാനൊക്കെ ബെസ്റ്റ് അത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി കറി അത്. ബിരിയാണിയിലേക്കും പറ്റൂട്ടോ ഈ ചിക്കൻ റോസ്റ്റ്. നല്ല രസാ. അപ്പൊ എല്ലാവരും ഒന്ന് ഇത് നോക്കിയോളോട്ടാ, വെച്ച് നോക്കിയോളോ. അത്ര രുചിയായിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റ് തന്നെയാട്ടാ. നിർത്തല്ലേ? അപ്പൊ അടുത്ത ദിവസം അടുത്ത പടിയായിട്ട്. പായല് വെള്ളം വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇറക്കിയത്.